ആ വീഡിയോ കാണണ്ടായി. എത്ര നേരം കുത്തിരുന്ന് കളിച്ചതാണ്. കുഴപ്പമില്ല, സെറ്റാക്കാം. Free Fire India. നല്ലൊരു വീഡിയോ കിട്ടിയതാ, നല്ലൊരു വീഡിയോ കിട്ടി. കറക്റ്റ് റെക്കോർഡായില്ലടോ. Free Fire India is set in a ഇതിക്കാൻ പൊളിക്കും.
വീഡിയോയിൽ പുതിയ വീഡിയോ വന്നിട്ട് എല്ലാവരും അതൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. ക്രിമിനലുകളുടെ നേതാവ് വെളിയിലെ നിർമ്മിച്ചെടുത്ത ഈ ചുവപ്പ് കുപ്പായം എപ്പോഴെങ്കിലും വീട്ടിൽ വന്നാൽ ഏത് പ്രോ പ്ലെയറിനെയും മുട്ടൊന്ന് വിറയ്ക്കും. ക്രിമിനൽ വികാരം തന്നെയാണ്. അത് എത്രയോ മുകളിലും ചിരിയോടുകൂടി ചേരുമ്പോൾ ഫ്രണ്ട് ലിസ്റ്റിൽ ഒരു റെഡ് ക്രിമിനലിനെ കിട്ടാൻ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിച്ചിട്ടുണ്ട്. ഓരോ പ്ലേയേഴ്സിന്റെയും മനസ്സിൽ റെഡ് ക്രിമിനൽ രാജാവ് തന്നെയാണ്. ഇങ്ങനെയുള്ള റെഡ് ക്രിമിനലിന്റെ കഥയാണിത്. രാജാവ് മരിച്ചാലും ജനങ്ങളുടെ മനസ്സിൽ രാജാവ് മരിക്കുന്നില്ല. വിശ്വസിക്കോ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും വിശ്വസിക്കാൻ പോകുന്നില്ല. ഏതായാലും പറയടാ, എന്നിട്ട് തീരുമാനിക്കാം വിശ്വസിക്കണോ വേണ്ടയോന്ന്. അതില്ലേ, ഇന്നലെ റെഡ് ക്രിമിനൽ ചേട്ടൻ ഫ്രണ്ടാക്കി. ഒന്ന് പോകണമെങ്കിൽ നീ മണി ലിസ്റ്റ് വണ്ടിയിൽ വരികയും കണ്ടത്. ഒരിക്കലും ഒരു റെഡ് ക്രിമിനലും നിന്നെ പോലുള്ള രൂപന്മാരെയൊന്നും ഫ്രണ്ടാക്കില്ല. അയ്യോ ചേട്ടാ, റെഡ് ക്രിമിനൽ തന്നെ എന്നെ ഫ്രണ്ടാക്കിയത്. അതും മലയാളില്ല. ഒന്ന് പോടാ, ആകെ കുറച്ച് മലയാളികളുടെ അടുത്തേക്ക് പിന്നെ നിന്നെ ആര് ഫ്രണ്ടാക്കാനാ? ചേട്ടാ ഞാൻ വേണമെന്ന് വിളിച്ചു നോക്കാം. വരുമോന്നൊന്നും അറിയില്ല. ആ ചേട്ടാ നോക്കൂ, ന്യൂബനാണ് എന്നൊന്നല്ല ന്യൂബ് വീഡിയോ. ചേട്ടാ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത് സത്യമാണ്? എടാ രൂപ, അങ്ങനെയാണെങ്കിൽ എന്നെ ഒന്ന് ഫ്രണ്ടാക്കാൻ കൂടെ പറയടാ. റെഡ് ക്രിമിനൽ ചേട്ടാ, ഈ ചേട്ടനെ കൂടെ ഒന്ന് ഫ്രണ്ടാക്കോ? ഈ ചേട്ടൻ നന്നായിട്ട് കളിക്കപ്പെടുന്നു. എടുക്കുന്ന നായനി അവിടെ അവൻ ചോദിക്കട്ടെ. ചേട്ടാ അങ്ങനെയാണെങ്കിൽ എടാ എന്റെ ഫ്രണ്ട് ലിസ്റ്റിൽ ഫുള്ളാടാ. അങ്ങനെയാണെങ്കിൽ എന്നെ നിങ്ങളുടെ ഗിൽഡിൽ എടുക്കുവോ? എടാ ഞാനൊന്നും അല്ലടാ ഗിൽഡിൽ ലീഡറിനോട് ചോദിക്കാണ്ട് ഗിൽഡിലൊന്നും കയറ്റാൻ പറ്റില്ല. അതും മാത്രല്ല, ഗിൽഡൊക്കെ ഫുള്ളാ. ഞങ്ങളുടെ ഗിൽഡിലൊക്കെ കയറണമെങ്കിൽ 70 ലെവലൊക്കെ വേണം. നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ സെക്കൻഡ് ഗിൽഡിൽ ചേർക്കാം. എടാ റൈസ്റ്റാറെ, നീയും കൂടെ വരുന്നോ സെക്കൻഡ് ഗിൽഡിൽ? ഇവരൊക്കെ വെറും കാട്ടി രൂപ ഫുൾ റെഡ് അടിച്ചൊന്നും എൻ്റെ അറിയില്ല. ഇവരാണെങ്കിൽ വെറും കാട്ടി രൂപ. ഞാനായതുകൊണ്ടാണ് ഇവരെ ഫ്രണ്ട് ലിസ്റ്റിൽ കിക്ക് ചെയ്യാത്തത്. ചേട്ടാ നിങ്ങൾ വേണമെങ്കിൽ ഇവരെ അൺഫ്രണ്ട് ചെയ്തോ. ഞാനല്ലടാ ഞാൻ എന്നെ ഗില്ലി കയറ്റാന്ന് പറഞ്ഞത്. നീ എന്തിനാ ഇവനെ രൂപേന്നൊക്കെ വിളിക്കുന്നത്? ചേട്ടാ ഒന്നും കുഴപ്പമില്ല. ഇവ എന്താ ഇനി ഇവനെ രൂപ നിന്ന് വിളിക്കല്ലേടാ. നീ അടിച്ചു എന്റെ അമ്മോ, റെഡ് ക്രിമിനൽ റിട്ടേൺ ആയോ? ഇതെന്തിവെന്റാ കൊറേ ഡയമണ്ട് ഒക്കെ പൊട്ടുന്ന തോന്നുന്നത്. എന്നെ കൊണ്ട് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. എന്തിനാണാവോ ഇതൊക്കെ റിട്ടേൺ? ഒരടി കളിച്ചിട്ട് നിർത്തി. ഇതെന്താ 2 ടൈപ്പ് ക്രിമിനൽ കോഡിലൊക്കെ ഉണ്ടല്ലോ. ഈ റിട്ടേൺ വന്ന കാര്യം എന്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള എല്ലാ ചേട്ടന്മാരോടും Free പറഞ്ഞേക്കാം. Fire India is set in a ചേട്ടാ virtual നിങ്ങളൊരു world. കാര്യം It അറിഞ്ഞോ? is not ആ based റെഡ് on the real ക്രിമിനൽ world. റിട്ടേൺ ആയി. എടാ രൂപ വണ്ട. ഞങ്ങൾ ഈ ഗെയിം ഓഫാക്കിയപ്പോ ഈ റെഡ് ക്രിമിനൽ റിട്ടേൺ ആയത് കണ്ടു. ഈ മലയാളം ഞങ്ങൾക്കൊക്കെ അറിയാം. ചേട്ടാ ഈ എന്തിനാ റിട്ടേൺ ആക്കിയത്? എന്തിനാ ഏതായാലും റെഡ് ക്രിമിനൽ റിട്ടേൺ ആയി നന്നായി. ആ റെഡ് ക്രിമിനൽ അവനില്ലേ, അവൻ എന്തൊരു ജാടയായിരുന്നു. അവൻ എന്നെയും നിന്നെയും തമ്മിലാ കമ്പയർ ചെയ്തത്. നീ എന്ത് കാട്ടി രൂപ, എന്നെയും നിന്നെ ഒരേ ഗിൽഡിൽ ചേർക്കാൻ അതിലും വലിയ എന്ത് അപമാനമാണ് എനിക്ക് ഉണ്ടാവേണ്ടത്. ഞങ്ങളും കുറെ
ചേട്ടൻ ഞങ്ങളെ ഫ്രണ്ടാക്കുവോ? എന്റെ അമ്മ എന്തൊക്കെ ജാട ഇപ്പൊ എല്ലാം അവസാനിച്ചില്ലേ? നിന്റെ ജാടക്ക് കിട്ടിയ പണിയാണത്. ഇത്രയൊന്നും ജാട പാടില്ല. ഒരു പരട്ട വണ്ടിയിലുണ്ടെന്ന് ഞാൻ ചിത്രയൊക്കെ ജാട കാണിക്കാൻ പറ്റും ഒരാൾക്ക്. ഇപ്പൊ ആ റെഡ് ക്രിമിനൽ കോളനി ആയി എന്നാ കേട്ടത്. എന്നെ ഈ യൂണിയൻ തമ്മിൽ കമ്പയർ ചെയ്യുന്നു. എന്നെ ഫ്രണ്ടാക്കിയിരുന്നോ നീ? എന്റെ ഫ്രണ്ട് ലിസ്റ്റ് എന്നെ ഫ്രണ്ടാക്കാതിരുന്നത്. അല്ലെങ്കിൽ നിന്നെ ഫ്രണ്ടാക്കായിരുന്നു. അല്ലാതെ എനിക്ക് നിന്നോട് എടാ നീ ഒന്നും പറയണ്ട. നിനക്കൊക്കെ ഇങ്ങനെ തന്നെ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കണ കിടപ്പ് കണ്ടവിടെ ഈ വെളിയിലെയും വണ്ടിയിൽ റിട്ടേൺ ആക്കി വിചാരിച്ച് ഞാൻ തൂങ്ങിച്ചാവാൻ പോകുന്നില്ല. 2-3 വർഷമില്ലേ ഞാൻ ഈ വണ്ടി വിട്ട് അന്തസ്സായിട്ടായി ഗെയിം കളിച്ചത്. ആ സമയത്തൊക്കെ നീ വീട്ടിലായിരുന്നു വിളിച്ചത്. ഇപ്പൊ നിന്നെപ്പോലെ നീയൊക്കെ രാജാവിനെ പോലെ കണ്ടോണ്ടിരുന്നത്. ചില കഴുതകളൊക്കെ എങ്ങനെയാ? എടാ നീ ഇപ്പൊ എന്നെയല്ലേ ഈ കഴുതാന്നൊക്കെ പറഞ്ഞത്. നിന്റെ റെഡ് റിട്ടേൺ ആയില്ലേ? അതുകൊണ്ട് ഇനി ഉറപ്പായിട്ട് നിനക്ക് ഡിപ്രഷൻ പഠിക്കും. നിനക്ക് ഒട്ടുമാവും. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്റെ അടുത്ത് വേറെയും ഇഷ്ടം വേറെ വണ്ടീസ് ഒക്കെ ഉണ്ട്. ഞാൻ അതിട്ട് ഗെയിം കളിച്ചോളാം. ഇത്രയും കാലം എന്നോട് ഫ്രണ്ടാക്കുമെന്ന് ചോദിച്ചു നടന്നില്ലേ? അത് തന്നെ വലിയ കാര്യം. എടാ എന്നീ കണ്ടിൽ വന്നു അന്ന് മുതൽ ഞാൻ നിന്റെയൊക്കെ കണ്ടിൽ ടോപ്പ് ഏതാ. നിനക്ക് ഗെയിം കളിക്കാൻ അറിയുമെന്ന് പോലും ചോദിക്കാറില്ല. നിന്നെപ്പോലുള്ള മണ്ടന്മാര് കാരണം ഈ ഗെയിമൊന്നും നോക്കാൻ പറ്റില്ല. നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയാ ശരിക്കും ഇതൊക്കെ ഏറ്റവും നോക്കിയതല്ലേ. നിന്നെപ്പോലുള്ളവന്മാർ ഇതൊക്കെ കാണുമ്പോൾ വീട്ടുകാരുടെ കളിച്ച് നടക്കില്ലല്ലോ. ശരിക്കും ബുദ്ധിയാടാ ഇതൊക്കെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം. കഷ്ടപ്പെട്ടാണ് ഈ വീഡിയോ ഞങ്ങളോട് എല്ലാവർക്കും ക്യാരക്ടറിനെ വെക്കാൻ പറഞ്ഞത്. എന്നിട്ട് കോസ്റ്റ്യൂം ഇരിപ്പിച്ചിരിക്കുക. എടാ വേറെ വേണ്ടിയല്ല, ആരും പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയാ. ഒരാളെയും കൂടെ ഒപ്പിക്കാൻ നോക്കുക. ആരും ഓൺലൈനിൽ വന്നിട്ടില്ല. എടാ നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റിൽ ആരെങ്കിലും ഓൺലൈനിൽ എന്തെങ്കിലും എന്ന് വിളിക്കണം. എടാ ഞങ്ങൾ വിളിച്ചിട്ടൊന്നും ആരും ഇരുന്നൊന്നുമില്ല. എടാ നിങ്ങൾക്ക് സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തായിരുന്നോളാം. ഇതിലെ ഗെയിം വീഡിയോസ് ഒക്കെ ഇടാറുണ്ട്. ഓ ഇല്ലടാ Free Fire India is set in a virtual world. സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാനാണോ അത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്? എടാ ആരെങ്കിലും ഒരാളെങ്കിലും ഒപ്പിക്കണം നീ. എടാ ഏതായാലും പോട്ടെ, ഏതെങ്കിലും ബംഗാളി വരുമായിരിക്കും. എടാ അതിന് അവൻ ആനന്ദ കിട്ടുന്നത് ഉറപ്പില്ലല്ലോ. ഈ ആയിട്ട് കുറെ ക്യാരക്ടറിനെ കൊടുക്കുന്ന കാലമാ. അതിന്റെ ഇടയിൽ ആരാണെന്ന് ചേർക്കാനാണ്. അത് സാരില്ല, നമുക്ക് നെറ്റ് പോകണേ. ചെയ്യട്ടെ. എടാ എന്നാ വേഗം നോക്കി നിൽക്കാതെ സ്റ്റാർട്ട് കൊടുക്കണം. ഹലോ ഗൈസ്, അപ്പോൾ ബാക്കി സ്റ്റോറിയിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇന്നത്തെ വെബ്സൈറ്റ് വഴി ഏത് സ്പോർട്സ് ഗെയിമിന്റെ ഈ സ്പോർട്സ് ടൂർണമെന്റ്
കണ്ടില്ലേ വലിയ കോട്ടേഴ്സാ. ചേട്ടാ എന്നെ നിങ്ങൾ കളിക്കാൻ കിട്ടുമോ? ഒന്ന് പോരാ അത് നോക്കി സ്ക്രീൻഷോട്ട് എടുക്കാനാ ചേട്ടാ. ഒരു മലയാളി സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ സ്റ്റാറ്റസ് കാണാം. ഓ അതൊക്കെ അതിന് കഴിഞ്ഞോട്ട് ആ മലയാളി ചേട്ടന്മാരൊക്കെ വേറെ ഗ്രൂപ്പിൽ കയറുന്നതിന് മുമ്പ് തന്നെ അവന്മാരെ വിളിക്കണം. ചേട്ടാ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രണ്ട് റിക്വസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണേ. എടാ എന്റെ ഫ്രണ്ട് ലിസ്റ്റ് ഫുള്ളാ. എടാ ഒന്ന് ഫ്രണ്ട് ആക്കിയേക്കണം. പാവം ചെക്കനല്ലേ, നമ്മളോടൊന്ന് സഹായിച്ചു നിന്നതല്ലേ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി. പൊട്ടന്റെ ഇന്നലെ എങ്ങാനല്ലേ ആലോചന ഫ്രീ ആയിട്ട് കൊടുത്തത്. പെർമനന്റ് ആലോചന വെച്ച് കളിക്കാൻ പറ്റില്ലായിരുന്നോ? Free Fire India is set. അറിയില്ലായിരുന്നു. എടാ പൊട്ട ഇവർക്ക് നോക്കിയാ പോരായിരുന്നോ? ചേട്ടാ എന്നോടാണ് ഇവരെ പറയുന്നത്. എടാ എന്നാ നിനക്ക് യൂട്യൂബിൽ ഇവന്റെ വീഡിയോ ആണെങ്കിൽ ഒരു വീഡിയോ കണ്ടാ പോരായിരുന്നോ? ചേട്ടാ എന്നാലല്ലേ കാട്ടിലുണ്ട് നിനക്കൊക്കെ ഫ്രീ ആയിട്ട് അതൊക്കെ കിട്ടുന്ന ഒരു ചാൻസ് ആകും വേണം. ചേട്ടാ എത്ര ചേട്ടാ ഏതായാലും പെർമനന്റ് കൊടുത്തത്. ഇനി ഇതേപോലെ അല്ലാതെ ക്യാരക്ടേഴ്സിനൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ എന്നെ ഓർമ്മിച്ച് ഒന്ന് പോരാ എനിക്കിപ്പോ അതല്ലേ പണി. ക്യാരക്ടറിനെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ചേട്ടാ എന്നാ അതിന്റെ ഡേറ്റെങ്കിലും ഒന്ന് പറഞ്ഞുതരുമോ? എനിക്കൊന്നും പറയാൻ പാടില്ല. ഇപ്പൊ ഞങ്ങളെന്നാ പോവാണ്. ഞങ്ങൾക്ക് ഇപ്പൊ ഒരു വീഡിയോ ചേട്ടാ ഒരു മിനിറ്റ് പോലെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ചേട്ടാ എടുക്കാൻ പറ്റിയില്ല. ഇവന്റ് എന്താണെന്ന് പോലും അറിയില്ല. പിന്നെ എന്താണ് അതിനകത്ത് കരോക്കെ തട്ടിച്ച് വാങ്ങിക്കാനായിട്ടാ. എടാ ഈ യൂട്യൂബിലെ കാട്ടിനൊക്കെ താല്പര്യം ഉണ്ടാവുക. അവർക്കില്ലാത്തവരെ പോയി കളിയാക്കാനായിരിക്കും. അതിന് ചേട്ടാ വാങ്ങിക്കാൻ വലിയ അങ്ങനെയാണെങ്കിൽ നോക്കാം. കാണണമെന്ന് പറഞ്ഞേ എടാ ഇവിടെ ഒരു ബ്ലാക്ക് മാർക്കറ്റിൽ റെക്കമെൻഡ് കൊടുക്കുന്നുണ്ട് പോലെയാ. വെറുതെ പൈസ കളയണ്ട. എടാ ആരെങ്കിലും ഒക്കെ വെറും 1000 രൂപയ്ക്ക് കൊടുക്കുവോ? ഇടയ്ക്ക് ശബ്ദങ്ങളൊക്കെ ഉണ്ടാവും guys. ഞാൻ ശ്രദ്ധിക്കില്ലേ. നമുക്ക് അങ്ങോട്ടൊന്നും പോകണ്ട. കളിക്കരുത്. എന്തെങ്കിലും ആകട്ടെ നിന്റെ ഇഷ്ടം. എടാ നീ
നീ മാസ്ക് ഇട്ടിട്ടുണ്ടല്ലോ അല്ലേ? പോലീസ് വണ്ടി ഇതുവരെ വരുന്നതാ. മാസ്ക് ഇടാത്തവരുടെ അടുത്ത് 500 ഡയമണ്ടാ പിഴയായി വാങ്ങുന്നേ. എന്റെ മോൻ കാറിന് കഴിഞ്ഞില്ല, അപ്പോഴത്തേക്ക് പോലീസ് വണ്ടി വന്നു. വേറെ മക്കളെല്ലാം ചുറ്റിക്കളി വേഗം വീട്ടിലോട്ട് പോകാൻ നോക്ക്. 2 മാസ്ക് ഇട്ടിട്ടുണ്ടല്ലോ.